നമസ്കാരം. അപരിചിതരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ ഭാഗ്യം ലഭിക്കും. തീർത്ഥാടനത്തിന് എത്തുന്നത് വിദ്യാർത്ഥിനികൾ മുതൽ വീട്ടമ്മമാർ വരെ. ജീവിതത്തിൽ ഭാഗ്യം ലഭിക്കാൻ സെക്സ് വഴിപാടും. കേൾക്കുമ്പോൾ നെറ്റി ചുളിയുന്നുണ്ടോ? എങ്കിൽ ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്. ഇന്തോനേഷ്യയിലാണ് ഇത്തരം വിചിത്ര ആചാരങ്ങളുള്ള ക്ഷേത്രം. ഇന്തോനേഷ്യയിലെ സോളോയിൽ സ്രാഗൺ റീജിയൻസിലെ ഒരു കുന്നിൻ മുകളിലുള്ള ജാവനീസ് ദേവാലയമാണ് വിചിത്ര ആചാരം ഇന്നും പിന്തുടരുന്നത്. സോളോയിൽ നിന്ന് 28 കിലോമീറ്റർ വടക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിലേക്ക് ഓരോ 35 ദിവസം കൂടുമ്പോഴും അതുവരെ കണ്ടിട്ടില്ലാത്തവരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാനായി ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാരാണ് എത്തിച്ചേരുന്നത്. ഗുനുക് കെമുക്കസ് എന്ന മലയിലാണ് ക്ഷേത്രമുള്ളത്. ഈ പുണ്യസ്ഥലത്തെ വിവാഹിതര ലൈംഗിക ബന്ധം അവർക്ക് ഭാഗ്യവും ഉയർച്ചയും നൽകുമെന്ന് വിശ്വസിക്കുന്നു. 16-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ഈ ആചാരം നിലനിൽക്കുന്നുണ്ട്. ജാവനീസ് രാജാവിന്റെ മകനായ ഇതിഹാസ രാജകുമാരൻ പങ്കേരൻ സമോദ്രോയുടെയും രണ്ടാനമ്മയായ നായി ഓൺട്രോവിന്റെയും ദേവാലയമാണിത്. രാജകുമാരൻ പങ്കേരൻ തന്റെ രണ്ടാനമ്മയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടതോടെയാണ് ഈ ആചാരം ആരംഭിച്ചതെന്നാണ് ഐതിഹ്യം. അവർ ഒരുമിച്ച് ഒളിച്ചോടി ഗുനുക് കെമുക്കസിൽ താമസിച്ചു എന്നാണ് ഐതിഹ്യം. രാജകുമാരൻ രണ്ടാനമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് പിന്നാലെ അവർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സ്ഥലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഭാഗ്യം മാത്രമല്ല, സമ്പത്തും കൊണ്ടുവരുമെന്ന് തീർത്ഥാടകർ വിശ്വസിക്കുന്നു. വ്യഭിചാരം പോലെയുള്ള ലജ്ജാകരമായ എന്തെങ്കിലും പ്രവർത്തികൾ ഇവിടെ എത്തി ചെയ്യുന്നവർക്ക് ഭാഗ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗ്രിഗോറിയൻ കലണ്ടറിലെ വെള്ളിയാഴ്ച പുരാതന ജാവനീസ് കലണ്ടറിലെ 5 ദിവസങ്ങളിൽ ഒന്നുമായി വിഭജിക്കുന്ന ജുമാത് പോണിന്റെ ശുഭദിനത്തിലാണത്ര ഇത് ചെയ്യപ്പെടേണ്ടത്. ഏറ്റവും തിരക്കേറിയ രാത്രികളിൽ 8000 തീർത്ഥാടകരെ ആകർഷിക്കുന്ന ഈ ദേവാലയത്തിന് ഏകദേശം 5000 രൂപയാണ് പ്രവേശന ഫീസ്. ഓരോ 35 ദിവസത്തിലും തുടർച്ചയായി 7 തവണ തീർത്ഥാടകർ ഇവിടെ എത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നാണ് വിശ്വാസം. ആദ്യം അവർ പ്രാർത്ഥിക്കാൻ ഒരു ദേവാലയം സന്ദർശിക്കുന്നു. തുടർന്ന് പ്രാർത്ഥന നടത്തുന്നതിന് മുമ്പ് ഒരു വിശുദ്ധ നീരുറവയിൽ കുളിക്കുന്നു. ഈ സമയത്താണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നത്. ഒരു മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യയിലാണ് ഇത്തരമൊരു ആചാരം നടക്കുന്നത്. ഈ ആചാരം ഇന്തോനേഷ്യയിൽ തന്നെ മറ്റെവിടെയെങ്കിലുമോ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലോ നിലവിലില്ല. ഇസ്ലാമിക, ഹിന്ദു, ബുദ്ധമത സ്വാധീനമുള്ള മതപരമായ ആശയങ്ങളുടെ ജാവനീസ് മിശ്രിതമാണിതെന്നാണ് ഗവേഷകർ പറയുന്നത്. വിദ്യാർത്ഥിനികൾ മുതൽ വീട്ടമ്മമാർ വരെ ഇവിടെ എത്തി പരപുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. വിവാഹിതരായ പുരുഷന്മാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഐശ്വര്യം ലഭിക്കാൻ ഇവിടെ വന്ന് പരിചയമില്ലാത്ത സ്ത്രീകളുമായി സെക്സിൽ ഏർപ്പെടുന്നു. ലൈംഗിക തൊഴിലാളികളും ഇത് അവസരമായി കണ്ട് ഇവിടെ എത്താറുണ്ടത്രേ. ലൈംഗിക ബന്ധത്തിൽ കോണ്ടം ധരിക്കാൻ പുരുഷന്മാർ വിമുഖത കാണിക്കുന്നതിനാൽ ലൈംഗിക രോഗങ്ങളുടെ വിതരണ പ്രദേശമാണ് ഇവിടമെന്നാണ് വിമർശകർ പറയുന്നത്. ഒരു തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അതേ ഇണയുമായി വീണ്ടും 6 തവണ കൂടി സെക്സിൽ ഏർപ്പെട്ടാലേ ഫലം ലഭിക്കുള്ളൂ അത്രേ. അതിനാൽ ഇരുവരും പരസ്പരം പ്രതിബദ്ധത പുലർത്തേണ്ടതുണ്ട്. അവർ മൊബൈൽ ഫോൺ നമ്പറുകളും വിലാസങ്ങളും കൈമാറുകയും വീണ്ടും അവിടെ കാണണമെന്ന് തീരുമാനിക്കുകയും വേണം. അങ്ങനെ അവർക്ക് ആചാരം പൂർത്തിയാക്കാൻ കഴിയും. ആ ആചാരം നടത്തുന്നവരിൽ ഭൂരിഭാഗവും ചെറുകിട കച്ചവടക്കാരാണ്. ആചാരം അനുഷ്ഠിച്ചാൽ തങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടുമെന്നും നല്ല പണം ഉണ്ടാകുമെന്നും വിജയിക്കുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഭക്തർ കൊമുക്കുസിലേക്ക് ട്രെക്കിംഗ് നടത്തുന്നുണ്ട്. 1980-കളിൽ മാത്രമാണ് ഇവിടെ താമസ സൗകര്യങ്ങൾ തുടങ്ങിയത്. അതിനു മുമ്പ് ദമ്പതികൾ മരങ്ങൾക്കിടയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു.